അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, എന്തൊക്കെ ചേഞ്ചസാണ് പുതിയ ഫിഗ്മ ലേഔട്ട് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളതാണ്. മെയിനായിട്ട് ഓട്ടോ ലേഔട്ടൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഇൻ്റർഫേസിലുള്ള കുറേ ചേഞ്ചസ് ഉണ്ട്, അതാണ് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിക്കാം ഫ്രീ ഫോം, അല്ലെങ്കിൽ വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ. പിന്നെ പുതിയതായിട്ട് വന്നൊരു ഇതാണ് ഗ്രിഡ്. ഈ എല്ലാ ബട്ടണും പുതിയതായിട്ട് വന്നതാണ്, പക്ഷേ ഫീച്ചേഴ്സ് ഓൾറെഡി ഉള്ളതാണ്. നമുക്ക് കാണുമ്പോൾ ഒരു പുതുമയുണ്ടെന്നുള്ളൂ. ഈ ഒരു ഗ്രിഡ് എന്ന് പറഞ്ഞ ഫീച്ചറാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അതിന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഒരു ഇൻട്രോ പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഗ്രിഡ്, എങ്ങനെയാണ് നമുക്കത് യൂസ്ഫുൾ ആവണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഒബ്ജക്റ്റും നമ്മുടെ ഫ്രെയിമിലില്ലാതെ നമുക്കൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വേണം. ഇപ്പോൾ ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രിഡ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക 4 ബോക്സ് പോലെ കാണാനുള്ളത്. ഇത് 2x2 ഗ്രിഡാണ്. നമുക്ക് ഈ ഗ്രിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ കാണിക്കും 2x2. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ 2x2 ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ, അതായത് ഒരു ലിമിറ്റ് ഉണ്ട്, ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. അതായത് നമ്മളിപ്പോൾ വെബിൽ ഗ്രിഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. പക്ഷേ വെബിൽ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. പക്ഷേ ഫിഗ്മയിൽ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിലും കൂടുതലും ഗ്രിഡൊന്നും നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, അപ്പോൾ ഞാനൊരു 6x3 ഗ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രിഡിൻ്റെ വേണമെങ്കിൽ 6x4 ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടി സിമെട്രിക്കൽ ഇതാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 6x4 ഗ്രിഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രിഡിൻ്റെ ഇടയിലൊരു ബേസിക്കലി ഗ്രിഡ് നമുക്കറിയാലോ, വെറുതെ ലൈൻ ക്രോസ് ചെയ്ത ഒരു സാധനത്തിനാണ് നമുക്ക് ഗ്രിഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്പേസ് കാണാം. അത് ഗ്രിഡ് സ്പേസിംഗ് ആണ്. അത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഗ്രിഡ് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ 20 വേണമെങ്കിൽ 20 ആക്കാം. ഇവിടെ ആയാലും 20 അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് 10 തന്നെ കീപ്പ് ചെയ്യാം. ഇനി ഇത് എന്തിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എന്തിനും ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇത് വെച്ചിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, ഒരു ഗ്രാഫിക് ഡിസൈൻ പോലെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് ഒരു ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഈ ബെൻഡോ ബോർഡ് എന്നൊക്കെ നമ്മൾ പറയില്ല. ഇപ്പോൾ ഇതൊക്കെ ഒരു ബെൻഡോ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്രിഡിൽ ഈസി ആയിട്ട് ചെയ്യാം. അത് അല്ലാതെ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അല്ലെങ്കിലും ഗ്രിഡ് വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഇതൊക്കെ ചെയ്തിരുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഗ്രിഡിൽ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു 6x4 ഗ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലി ഒരു 6 ബോക്സ് ഉണ്ടാവും, വെർട്ടിക്കലി ഒരു 4 ബോക്സ് ഉണ്ടാവും. നമുക്ക് ഇതിലൊരു ഒബ്ജക്റ്റ് വെക്കുന്നതിനേക്കാൾ മുമ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്താൽ, മനസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചാൽ പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബെൻഡോ ബോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇതുപോലൊരു ബോക്സ്, അപ്പോൾ ഈ ബോക്സ് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നോർമലി നമ്മളിത് ഒരു ഗ്രിഡിൽ നമുക്കിത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ബോക്സ് 2 ഗ്രിഡ് യൂസ് ചെയ്യണം, അങ്ങനെ നമുക്ക് സ്പേസ് ചെയ്യണം. അതായത് ഇപ്പോൾ എന്താ പറയുക, നമുക്കൊരു സ്നാപ്പിംഗ് കൂടെ കാണാൻ പറ്റും. ഡയറക്റ്റ് അവിടെ വയ്ക്കുമ്പോൾ തന്നെ ഒരു സ്നാപ്പ് ടു ഗ്രിഡ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു കോൺസെപ്റ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രിഡ് ഉണ്ടാക്കി നമ്മളതിൽ കുറേ ബോക്സ് പ്ലേസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രിഡിൻ്റെ എല്ലാ ബോക്സുകളും അല്ലെങ്കിൽ എന്താ പറയുക ഓരോ ഗ്രിഡുകളും ഒരേ സ്പേസാണ് യൂസ് ചെയ്യുന്നത്. എല്ലാത്തിനും ഒരേ ഹൈറ്റും ഒരേ വിഡ്ത്തും അങ്ങനൊരു ഇതാണുള്ളത്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രിഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ ഓട്ടോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഗ്രിഡ് നമുക്കൊരു ഫിക്സ്ഡ് സൈസിലോട്ട് മാറ്റാം ഓട്ടോയ്ക്ക് പകരം. അതിപ്പോൾ ഏത് ഗ്രിഡും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു റെസ്പോൺസീവ് പേജ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫിക്സ്ഡ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് റോസിലാണ്. ആ റോ അത് ചേഞ്ച് ആവാത്ത അങ്ങനെ തന്നെ നിൽക്കും. ബാക്കിയുള്ള റോ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇത് നമുക്ക് കോളത്തിൻ്റെ കേസിലും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇതിൽ പാഡിങ് എല്ലാം നമ്മൾ ഓട്ടോ ലേഔട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പാഡിങ് ആഡ് ചെയ്യാം. ടോപ്പ് പാഡിങ്ങും ബോട്ടം പാഡിങ്ങും എല്ലാം ആഡ് ചെയ്യാം. ഇതിന് കളറ് നമുക്ക് വേറൊരു കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഗ്രിഡ് ഒരു ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം.
ആ ഒരു ടെക്സ്റ്റിനെ ഒക്കെ നമുക്ക് ഗ്രിഡിൻ്റെ ഏത് ഭാഗത്ത് പ്ലേസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലേസ്മെൻറ്റ് എവിടെ ചെയ്യാമെന്നിങ്ങനെ കാണിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഇതിന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രിഡിൻ്റെ സിമ്പിളായിട്ട് കാണിക്കുന്നത് ഈ 4 ബോക്സുകളാണ്. അപ്പോൾ നമ്മളൊരു ഗ്രിഡിൽ ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിന് വീണ്ടും ഓട്ടോ ലേഔട്ടിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഓട്ടോ ലേഔട്ട് ഫ്രെയിമിലോട്ട് വന്നു. എന്നിട്ട് നമുക്ക് പഴയ പ്രോപ്പർട്ടീസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം. അതായത് ഒരു ഓട്ടോ ലേഔട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ഗ്രിഡിൻ്റെ ഉള്ളിൽ മറ്റൊരു ഗ്രിഡ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു എന്താ പറയുക വേറൊരു ഫ്രെയിം ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഫ്രെയിമിനെ നമുക്ക് ഷിഫ്റ്റ് എന്താ പറയുക ഗ്രിഡാക്കി മാറ്റാം. അപ്പോൾ ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒരു ഗ്രിഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ല 4x4 ഗ്രിഡാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഹലോ വേൾഡിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ലെയർ ഇത് നോക്കി കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ആദ്യം പുറമേ ഇരുന്ന് കിടന്നിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു 4x4 ഗ്രിഡിലോട്ട് അതിന് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനത് ഡ്രാഗ് ചെയ്ത് ആ ഒരു 4x4 ഗ്രിഡിൻ്റെ ഉള്ളിലേക്ക് ഹലോ വേൾഡിനെ കൊണ്ടുവച്ചു. പക്ഷേ ആ 4x4 ഗ്രിഡ് ഭയങ്കര സ്മോൾ ആയതുകൊണ്ട് അതിൽ കൊള്ളുന്നില്ല. നമുക്കത് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്ങനെ നമ്മൾ ലേഔട്ട് ചെയ്യണം എന്നുള്ള ഒരു സംഭവം. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രിഡിന് ഇനി നമുക്ക് വേറൊരു ഗ്രിഡ് സ്പേസിങ് കൊടുക്കാം. നേരത്തെ കൊടുത്ത് തന്നെ ആവണം എന്ന് ഇതിന് നിർബന്ധമില്ല. ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ബേസിക്കലി എന്ന് പറയുന്നത് ഒരു ഓട്ടോ ലേഔട്ടിൻ്റെ ഉള്ളിൽ ഒരു ഗ്രിഡ് വയ്ക്കാം, ഒരു ഗ്രിഡിൻ്റെ ഉള്ളിൽ വേറൊരു ഗ്രിഡ് വയ്ക്കാം. അപ്പോൾ അത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഗ്രിഡ് തന്നെ കുറേ പീസസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബേസിക്കലി എനിക്ക് എപ്പോഴും മിസ്സായി പോകും. കുറേ ഗ്രിഡായിട്ട് അല്ലെങ്കിൽ കുറേ പീസസോ ബോക്സസോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറൊരു ഗ്രിഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെ റെസ്പോൺസീവ് എല്ലാം ആക്കാം. അപ്പോൾ ഇതെല്ലാം റെസ്പോൺസീവാണ്. ഇതിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് അതായത് ഫിഗ്മ ഡീറ്റെയിൽ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ വെബിലാണെങ്കിൽ നമ്മുടെ റെസ്പോൺസീവ്നെസ് അനുസരിച്ച് ഗ്രിഡിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതെനിക്ക് ഞാൻ ഇതുവരെയായിട്ട് ഇതിൽ കണ്ടില്ല. അതൊരു ചിലപ്പോൾ ഈവൻച്വലി ബ്രിങ് ചെയ്യായിരിക്കും. പക്ഷേ കറൻ്റ്ലി ആ ഒരു ഫീച്ചർ ഞാൻ കണ്ടില്ല. നമുക്കൊരു റെസ്പോൺസീവ് ആക്കുമ്പോൾ ഗ്രിഡിൽ യാതൊരു ചേഞ്ചും വരുത്തുന്ന ഒരു ഓപ്ഷൻ കറൻ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ജസ്റ്റ് മെയിനായിട്ട് ഇതാണ്, നമുക്കത് ഫിക്സ്ഡ് ആക്കാം. പിന്നെ നമുക്ക് എല്ലാ ഓട്ടോ ലേഔട്ട് ഫീച്ചറുകളിലുള്ള പോലെ തന്നെ, അതായത് ഓൾറെഡി ചെറിയൊരു ബേസിക് നമുക്കറിയണമെങ്കിൽ ഇപ്പോൾ ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിക്കും. നമ്മളൊരു സ്മോൾ ബോക്സ് വരച്ചു. അതായത് ഈ ഒരു ഗ്രിഡിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ ബോക്സ് വരച്ചത്. പക്ഷേ നമ്മൾ അതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതൊരു സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നത്. അതായത് ബേസിക്കലി ഇതിന് അലൈൻമെൻറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അലൈൻമെൻറ്റ് ഓപ്ഷനൊക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇത് ലെഫ്റ്റ് ടോപ്പിലാണ് കറൻറ്റ് കിടക്കുന്നത്. നമുക്ക് റൈറ്റിലാക്കാം, സെൻറ്ററാക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ സെൻറ്ററാക്കാം. അപ്പോൾ ആ എല്ലാ ഫീച്ചേഴ്സും ഇതിന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഹലോ വേൾഡിൻ്റെ കേസ് ആയാലും ഒക്കെ ഇത് ലെഫ്റ്റ് ടോപ്പാണ് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ബോട്ടം ആക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ഇനീഷ്യലി കാണിച്ചതെല്ലാം ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്ത പോലെ, അങ്ങനെ അത് ഫില്ല് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെറുതെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാം ഫില്ലാവുന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഓട്ടോ ലേഔട്ട് ചെയ്തവർക്കറിയാം. അപ്പോൾ നമ്മുടെ ഔട്ട് സൈഡ് കണ്ടെയ്നറിനനുസരിച്ച് അത് വലുതാവും. ആ സമയം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളത് ഗ്രിഡിൽ ഫില്ല് ചെയ്ത പോലെ ചെയ്യണമെന്നില്ല. നമുക്കിപ്പോൾ ഇങ്ങനെ ഹാഫായിട്ടും ഇതിവിടെ വെക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊരു ഫിക്സ്ഡ് സൈസായി മാറുകയാണ്. ഇനിയിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കണ്ടെയ്നർ വലുതാക്കുമ്പോൾ ആ ഒരു ബോക്സ് അതേ സൈസിൽ തന്നെ നിൽക്കുകയാണ്. അത് ഒരിക്കലും ഫില്ലാവുന്നില്ല. ആ സമയം നമ്മളിത് ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആകുമ്പോൾ ഇവരിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോളങ്ങളിലോട്ട് പോയെങ്കിലും നമുക്കത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ ഒരു സൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് എക്സ്പാൻഡ് ആവും. അപ്പോൾ അതാണ് ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഓരോ കോളത്തിനും അല്ലെങ്കിൽ ഓരോ റോയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൊത്തമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എക്സ്പ്ലോർ ചെയ്താൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.